ഹലോ, ഇന്ന് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ കടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ നേരത്തെ കഴുകി അരിഞ്ഞ് മാറ്റി വെച്ച കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അതിലോട്ട് 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി മൂടി വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റിൽ കൂടുതൽ വേവിക്കരുത്. ഞാൻ 5 മിനിറ്റ് ആണ് വേവിച്ചിട്ടുള്ളത്. ശേഷം ഞാനൊരു അരിപ്പ പാത്രത്തിലോട്ട് അതൊന്ന് വാർത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിൽ 2 സ്പൂണ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സ്പൂണ് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പ്. നേരത്തെ ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യും കേട്ടോ. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വന്ന എണ്ണയിലോട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കിയൊന്ന് വറുത്ത് കോരാം. അപ്പോൾ വറുത്ത് കോരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഇതേ ഒരു സ്റ്റേജിലാവുമ്പോൾ തന്നെ നമ്മളത് കോരി മാറ്റി വെക്കണം. അപ്പോൾ അധികം ഒരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ സംഭവിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഏകദേശം ഇങ്ങനൊരു കളറായി കഴിഞ്ഞാൽ തന്നെ നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.